സിറിയയിൽ ഒരു വമ്പൻ കലാപം പൊട്ടിപ്പറപ്പെട്ടിരിക്കുകയാണ്. ഈ കലാപത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ 70 പേർ സിറിയയിൽ മരണമടഞ്ഞുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സിറിയയിൽ സുരക്ഷാ സേനയും നമുക്കറിയാം സിറിയയിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഭരണാധികാരി ബഷാർ അൽ അസാദിനോട് ആഭിമുഖ്യം പുലർത്തുന്ന തോക്കുധാരികളായ ഒരുപറ്റം ആൾക്കാരും തമ്മിലാണ് കലാപത്തിൽ ഏർപ്പെട്ടത്. വലിയ രീതിയിലുള്ള അക്രമമാണ് സിറിയയിൽ നടക്കുന്നത്. പോരാത്തതിന് 70-ലധികം പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു അക്രമ സംഭവമാണ് സിറിയയിൽ അരങ്ങേറിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വരുന്നു. ലദാക്കിയ പ്രവിശ്യ UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വെള്ളിയാഴ്ച ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയത്തിലെ അംഗങ്ങളും നിഷ്ക്രിയ ഭരണകൂടത്തിന്റെ സൈന്യത്തിലെ തീവ്രവാദികളും തമ്മിൽ സിറിയൻ തീരത്ത് രക്തരൂഷിതമായ ഏറ്റുമുട്ടൽ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലാണ് 70 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഡസൺ കണക്കിന് പേർ പരിക്കേൽക്കുകയും പിടിക്കപ്പെടുകയും ചെയ്തു, സുരക്ഷാ സേനയുടെ പിടിയിലാകുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതെങ്ങനെയാണ് തുടങ്ങിയത്? ലദാക്കിയ പ്രവിശ്യ എന്ന് പറഞ്ഞ ഒരു പ്രവിശ്യയുണ്ട്. ഈ ലദാക്കിയ പ്രവിശ്യയിലെ ഒരു പട്ടണമാണ് ജബ്ല എന്ന് പറയുന്ന പട്ടണം. ഇത് പ്രധാനമായും പർവ്വത പ്രദേശമാണ്. ഈ പർവ്വത പ്രദേശത്തിൽ ഈ സിറിയയുടെ സ്ഥാനഭ്രഷ്ടനായിട്ടുള്ള ഭരണാധികാരിയുടെ വിശ്വസ്തർ സംഘടിക്കുകയും വലിയ രീതിയിലുള്ള നീക്കത്തിനായി തുടക്കമിടുകയും ചെയ്തു. ആ നീക്കം എന്ന് പറഞ്ഞാൽ സിറിയ തിരിച്ചു പിടിക്കാനുള്ള നീക്കമായിരിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അങ്ങനെയുള്ള നീക്കം മനസ്സിലാക്കിയ അവിടെയുള്ള സുരക്ഷാ സേന അസദ് വിശ്വസ്തരെ ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇരച്ചെത്തുകയായിരുന്നു. ഡിസംബറിൽ ഇസ്ലാമിക വിമതർ അസദിനെ പുറത്താക്കിയതിനു ശേഷമുള്ള ഏറ്റവും മാരകവും അക്രമാസക്തവുമായിട്ടുള്ള ആക്രമണം എന്നാണ് ഈ പോരാട്ടത്തെ സിറിയൻ മാധ്യമങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്നത്. മരിച്ചവരിൽ 16 സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. 28 അസദ് അനുകൂല പോരാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയോ പിടിക്കപ്പെടുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അസദ് കാലഘട്ടത്തിലെ കമാൻഡറായിട്ടുള്ള സുഹൈൽ അൽ ഹസനുമായി ബന്ധമുള്ള തോക്കുധാരികൾ സുരക്ഷാ പെട്രോളിംഗും ചെക്ക് പോസ്റ്റുകളും ആക്രമിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രതികാരമായി സർക്കാർ സൈന്യം ലദാക്കിയ ഗ്രാമത്തിൽ ഹെലികോപ്റ്ററിലാണ് ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലദാക്കിയ ഗ്രാമപ്രദേശങ്ങളിൽ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടിയ സായുധ സംഘങ്ങൾ സിറിയൻ ജനതയ്ക്ക് നേരെ ഏറ്റവും ക്രൂരമായ കൂട്ടക്കൊലകൾ നടത്തിയ യുദ്ധ കുറ്റവാളി സുഹൈൽ അൽ ഹസനുമായി ബന്ധമുള്ളവരായിരുന്നു എന്നാണ് ലദാക്കിയിലെ സുരക്ഷാ ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ മുസ്തഫ കുനൈഫാത്തി സംസ്ഥാന വാർത്താ ഏജൻസിയായ സനയോട് പറഞ്ഞതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.